ഹലോ, അങ്ങനെ പിന്നെയും ഒരു ദിവസം വന്നു. രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, മുഖമൊക്കെ കഴുകി ഫ്രഷായി. അമ്മ നമുക്ക് നല്ല ദോശയും ഓംപ്ലേറ്റും ചമ്മന്തിയും ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കാൻ പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം. ദോശ, ഓംപ്ലേറ്റ്, ചമ്മന്തി, ചായ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ. കുറച്ച് ദോശ തിളപ്പിച്ച് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ഓംപ്ലേറ്റ് എടുത്ത് അതിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ചുരുട്ടി സൂപ്പർ. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി അമ്മയുടെ കൂട്ടത്ത് ഇറങ്ങിയാണ്. മറിക്കൊച്ചേ ഇങ്ങോട്ട് നോക്ക്. പോവാം, ടാറ്റ പോവാം. ചെറിയ മഴത്തുള്ളികൾ വീഴുന്നു. അപ്പം അതുകൊണ്ട് മറിക്കൊച്ചിന് കൊട. പ്രിവിലേജ് ഗേൾ. അയ്യോ, വേണ്ട, ഇതാണ്ട് തുറന്നാണോ? കാർ സീറ്റ് ഒന്ന് ഇരുത്തി നോക്കണം. കാർ സീറ്റ് തന്നെ എടുത്താൽ മതി. അതുകൊണ്ട് ആ ജാമ്പയ്ക്കാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. നമ്മളെ വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൽ തന്നെ വേണ്ട ജാമ്പയുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വണ്ടിയിൽ പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ജാമ്പ അടക്കാന്ന്. വിഷയ സാധനം കണ്ടോ വലുത്. അങ്ങനെ നമ്മൾ കാറിൽ ജാമ്പയ്ക്ക് കഴിച്ചാണ് നമ്മുടെ ട്രാവലിംഗ് തുടങ്ങുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ആണ് നമ്മുടെ അമ്മയുടെ ചേച്ചി. സുഖമില്ലാതെ കിടക്കുകയാണ്, കാല് വയ്യാതെ. അപ്പം അമ്മേനെയും കൊണ്ട് അമ്മയുടെ ചേച്ചീനെ കാണാൻ വന്നു. അവർ സൗഹൃദ സംഭാഷണം. സഹോദരി. നമ്മൾ വലിയമ്മയുടെ വീട്ടിൽ വന്നപ്പം വലിയമ്മയുടെ മോൾ ഫേബ ചേച്ചി മുട്ടയും പൊരിച്ച്, അച്ചാറ്, കാബേജ് തോരൻ, ബീട്രൂട്ട് തോരൻ, ചൂരമീൻ, മോര്. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ കിഡിലോസ്കി ഫുഡ് വിത്ത് വലിയമ്മ. ഇതാണ് വലിയമ്മയുടെ മോൾ ഫേബ ചേച്ചി. നാണമാണ് ഇവിടെ എല്ലാവർക്കും. എനിക്ക് മാത്രമേ ഇങ്ങനെ ഉള്ളൂ. അവൾ കഞ്ഞിവെള്ളം തന്നു കുടിക്കാൻ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുകയാണ് അനിയത്തി. വേണ്ടേ, ഇതൊരു സന്തോഷം നോക്ക്. ചോറെടുത്ത് കഴിക്കും വലിയമ്മ. എന്നെ കണ്ടതിന്റെ സന്തോഷമുണ്ടാ മുഖത്ത്? ഞാൻ വലിയമ്മ വിളിച്ചോണ്ടിരുന്നത് വലിയമ്മ തന്നെ അല്ലേ? പിന്നെ ഇടയ്ക്ക് എന്തോ വിളിക്കുവായിരുന്നല്ലോ, എന്തോന്ന് മീശക്കാരിന്ന് വിളിക്കൂലായിരുന്നു ഇടയ്ക്ക്. നിങ്ങളെല്ലാം മറന്നു. ഇത് അമ്മയുടെ ചേച്ചി. അപ്പൊ ഞങ്ങൾ പോവാൻ ഇറങ്ങാണ്. അതാണ് വലിയമ്മയുടെ മുഖത്ത് ചെറിയൊരു വിഷമമൊക്കെ. അപ്പൊ അടുത്ത വരവിൽ കാണാം വലിയമ്മ. നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരുടെ. അപ്പൊ ഞങ്ങൾ പോവുകയാണ്. പോണതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫ്രെയിം എടുക്കും. ടാറ്റ. അപ്പൊ ഞങ്ങള് വലിയമ്മയുടെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും പിന്നെ അമ്മ പുറത്തൊന്നും ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5-10 മിനിറ്റ് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ എത്തും. എനിക്ക് തോന്നുന്നു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലമാണ് മുണ്ടയില എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്തി. ഇത് കഴിഞ്ഞിട്ട് അമ്മേനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഈ സിറ്റിയിലോട്ട് പോകണം. എൻ്റെ കണ്ണാടിയൊക്കെ വന്നു. അപ്പോൾ കണ്ണാടിയൊക്കെ അടിക്കെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. ലെൻസ് കാർട്ട്. ഞങ്ങൾ വരുന്ന വഴിക്ക് കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ച്
അമ്മ ഒരെണ്ണം തരിയമ്മ. തേൻമുട്ടായി സൂപ്പറാണ്, പൊടിയാണ്. പിന്നെ ഞങ്ങൾ അമ്മച്ചീനെ കാണാൻ പോയിട്ട് വന്നല്ലേ മക്കളെ. മക്കൾക്ക് കുറേ അമ്മച്ചിമാരുണ്ട്. അതിൽ ഒരമ്മച്ചിയെ കാണാൻ പോയിട്ട് ഞങ്ങൾ വീട്ടിൽ എത്തി. ഇനിയും നമ്മൾ യാത്ര തീർന്നില്ല, ഇനിയും നമ്മൾ യാത്രകൾ തുടരുകയാണല്ലേ. ഇനിയും പോണ്ടേ കറങ്ങാൻ. വീട്ടിൻ്റെ സൈഡിൽ റംബൂട്ടാനുണ്ട്. അപ്പം ഞങ്ങൾ പോയിട്ട് വന്നപ്പം ഒരു കൊല ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നു. അപ്പം ഞാനത് ഫുള്ള് അടക്കാന്ന് വിചാരിച്ചു. അയ്യോ താഴണം. ചിഞ്ചു ഉണ്ട്, അകത്തുണ്ട്. അങ്ങനെ ഫ്രഷ് മരത്തീ നടത്ത, മരത്തീന്ന് പഴുത്ത് നിന്ന് നടച്ചു. ഇതാണ് എൻ്റെ വലിയച്ഛൻ. വലിയച്ഛൻ ഈശയൊക്കെ കണ്ട കിങ്. സംസാരിക്കുമല്ലോ. ഞങ്ങൾ റംബൂട്ടാൻ കഴിക്കുകയാണ്. അവൻ കുഴച്ച ഫ്രഷ് റംബൂട്ടാൻ. എങ്ങനെയുണ്ട്? മക്കൾക്ക് കഴിക്കാൻ പറയുമ്പോൾ മക്കൾക്കും തരാം. അങ്ങനെ നമ്മൾ രണ്ടാമതും കറങ്ങാൻ പോയി ഇറങ്ങിയല്ലേ. ചിരി അങ്ങോട്ട് ചിരിക്കും അറിയപ്പെണ്ണേ, ചിരിക്കും അറിയപ്പെണ്ണേ. ഓ ഓ ഓ അയ്യോ അമ്മ ടാറ്റ. അപ്പം അമ്മയടുത്തും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അടുത്ത കറക്കത്തിന് നമ്മൾ റെഡിയായി, പ്രിപ്പയറായി. ഞങ്ങൾ ഇറങ്ങാൻ മറിയെ കൊച്ചു വണ്ടി കയറി ഉടനെ തന്നെ ഉറങ്ങിയായിരുന്നു. ഇത് ഞങ്ങൾ ലുലുവിലോട്ട് പോകുന്ന വഴിയാണ്. ലുലുവിൽ പോയിട്ട് വേണം എനിക്ക് ഗ്ലാസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെൻസ് കാർട്ടിൽ ഗ്ലാസ് വന്നായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് മറിയെ കൊച്ചിനൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ബുക്ക് സ്റ്റോറിലും കൂടെ കയറണം. ഞാൻ OM ബുക്സ് എവിടെ വന്നു. മറിയെ കൊച്ചിനൊരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് മേടിക്കാനാണ് ഇവിടെ വന്നത്. അങ്ങനെ നമ്മുടെ മറിയെ കൊച്ചിൻ്റെ അമ്മച്ചി മേടിച്ചു കൊടുക്കുന്ന ഫസ്റ്റ് ഗിഫ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് കയറി മേടിക്കണമെന്നപ്പം അത് ഞങ്ങൾ മേടിച്ച് അടുത്ത് ഞങ്ങൾ ലുലുവിലോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ലുലുവിനകത്ത് കയറി. ഇഞ്ചി മുടി വെട്ടാൻ പോയല്ലേ? ഏത് കടയിൽ നിന്നാണ്? ടോണിയൻ ഗായ്. അങ്ങനെ നമ്മൾ ടോണിയൻ ഗായ് ഷോപ്പിൽ നിന്ന് ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം. പിന്നെ എൻ്റെ കണ്ണാടി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ണാടിയും പോയി പിക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ലെൻസ് കാർട്ടിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ് പിക്ക് ചെയ്യണം. ഇങ്ങനെ മറിയെ കൊച്ച് പപ്പച്ചിയുടെ ഗ്ലാസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അല്ലേ മറിയെ കൊച്ച്? അങ്ങനെ പപ്പച്ചിയുടെ ഗ്ലാസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അല്ലേ മറിയാമ്മേ? അങ്ങനെ വേണ്ട ഗ്ലാസ് വന്നു. മറിയെ കൊച്ച് ഉറക്ക ക്ഷീണത്തിലാണ്. അതാണിങ്ങനെ. ഗ്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ചിഞ്ചുവിൻ്റെ സെലക്ഷനാണ്. ചിഞ്ചു എങ്ങനെയുണ്ട്? ഉഗ്രനല്ലേ? കിഡിലോസ്കി ഗ്ലാസ്. ഞങ്ങൾ നേരെ വന്നത് അമ്മയ്ക്ക് മുടി വെട്ടാൻ. അമ്മ മുടി വെട്ടണമെങ്കിൽ അമ്മയുടെ മുഖം നോക്കും. മുടി വെട്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലേ നമുക്കറിയണം. നോക്ക്. ഒരു ഭയങ്കര ഡിസ്കഷനിലാണ് ഹെയർ എങ്ങനെ വെട്ടണമെന്നുള്ള. ഇത് എപ്പോഴും തീരുമെന്ന് എനിക്കറിയില്ല. ഹെയർ വാഷിങ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഹെയർ വാഷിങ് കഴിഞ്ഞിട്ടാണ് ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവർ മുടി കഴുകുകയാണ്. ഞങ്ങള് ഷെയറിൽ കളിച്ചോണ്ടിരിക്കുന്നു അല്ലേ മറിയെ കൊച്ച്? വലിയ മാറ്റമൊന്നുമില്ലല്ലോ.
വലിയ മാറ്റമൊന്നുമില്ല, ചെറുതായിട്ട് തോന്നും. ലെങ്ത് കുറച്ചില്ല, ഫ്രണ്ട് മാത്രല്ലേ ചെയ്തോളൂ. ബാക്കിലോട്ടൊന്നുമില്ല, ബാക്ക് കാണിച്ചാണ്. അമ്മ മുടി വെട്ടാൻ പോയോണ്ട് അമ്മേരത്ത് പിണങ്ങിയിരിക്കുക, ചിരിക്കുകയും കളിക്കുകയും ചെയ്യുക. അതാണ്ട് തിരിഞ്ഞിരിക്കുക. ആ ചിരി 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 ചിരി. അമ്മ ചുന്ദരിയായി മോളെ, അമ്മ ചുന്ദരിയായി. ആ ചുന്ദരിയായി, ചുന്ദരിയായി. ഫോണ് പിടിക്കാൻ പോണം. അങ്ങനെ ഞാൻ ബാറ്റയുടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു, നോർമൽ ചെരുപ്പ്. എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് ചെരുപ്പൊന്നുമില്ലായിരുന്നു. അപ്പം ബാറ്റയുടെ ഷോപ്പിൽ കയറിയിട്ടൊരു ചെരുപ്പ് മേടിച്ചായിരുന്നു. കൊള്ളാം, നൈസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എന്നാൽ ഇടാനും ഒരു സുഖമുണ്ട്. അങ്ങനെ നമ്മൾ മാക്സിൽ കയറി ഷോപ്പിങ്ങിന്. അടുത്ത് ചിഞ്ചുവിനൊരു ഹീല് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ചിഞ്ചു ഇങ്ങനെ ഹീലിട്ട് പ്രാക്ടീസ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് അമ്മയുടെ ബോഡിയും വെട്ടി നമ്മൾ കാറിൽ കയറി അല്ലേ. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോകും അല്ലേ. അമ്മയെ വാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോണ്ടേ. നോക്ക് 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 നോക്ക്. ഓ സുന്ദരി തന്നെ. അങ്ങനെ കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഓസ്വിൻ ടീവിയം. പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ബ്രിട്ടീഷുകാർ പണിത ചർച്ചാണ്. ഈ സിഗ്നലിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, സിഗ്നലിൽ റെഡായിരുന്നു, എൻ്റെ വണ്ടി മുന്നിലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന്. അത്രയൊരു ട്രിവാൻഡ്രത്തെ വിഷ്വൽ ബ്യൂട്ടി ഉള്ള ഒരു സിഗ്നലാണിത്. ഓഹ്, ഓസ്വിന്റെ സാഹിത്യം വരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഞങ്ങളെല്ലാം കൂടെ ദ ബർഗർ കിച്ചൺ എന്ന് പറയുന്ന ഷോപ്പിലെത്തി. കാറ് പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാം അകത്തോട്ട് കയറാൻ പോകും. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചായിരുന്നു ഒരു വീഡിയോ എടുത്തോട്ടെ ബർഗർ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബർഗർ ഉണ്ടാക്കുന്ന വിഷ്വൽസൊക്കെ എടുക്കാൻ പറ്റി. കിച്ചൻ്റെ അകത്തോട്ട് കയറണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, മീൻസ് ഒരു ഗ്ലാസ് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ബർഗറിൻ്റെ ഫില്ലിങ്ങും അതിൻ്റെ പാറ്റിയും ഫ്രൈഡ് ചിക്കൻ വെക്കുന്നതും ചീസ് വെക്കുന്നതൊക്കെ നമുക്ക് നല്ലൊരു വിഷ്വൽ കിട്ടി. സോ ചിക്കൻ്റെ ഒന്ന് മാത്രം, ഇത് ബീഫാണ്, ഇത് രണ്ട് ഫ്രൈഡ് ചിക്കൻ കോസും. നല്ല ജ്യൂസിയാണ്, കൊള്ളാം. ഇത് ബർഗർ കിച്ചണിലെ ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. അത് കുഴപ്പമില്ല ബ്രോ. അങ്ങനെ വീട്ടിലെത്തി ഫുഡിങ്ങും ഷോപ്പിങ്ങും കറക്കം ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഒരു ചിന്ന ബ്രേക്ക്.